അതിശക്തമായ വെയിലായിരിക്കാം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന് കാരണമെന്ന് തൊഴിലാളി വേലൂർ സ്വദേശി സരസ്വതി പറഞ്ഞു. വെടിക്കെട്ട് ശാല പ്രവർത്തിച്ചിരുന്ന പറമ്പിൽ നിന്നും സരസ്വതിക്ക് സൂര്യാഘാതത്താൽ പൊള്ളലേറ്റുണ്ടായിരുന്നു. അപകടം നടന്ന ദിവസം സരസ്വതി വെടിക്കെട്ട് നിർമ്മാണത്തിന് പോകാതിരുന്നതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് നെല്ലിക്കൽ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യ സരസ്വതിയുടെ വീട്. 4 വർഷമായി സരസ്വതി വെടിക്കെട്ട് ശാലയിൽ തൊഴിലെടുത്തു വരുന്നു. പടക്കം കെട്ടലായിരുന്നു ഇവരുടെ ജോലി. അപകടം നടന്ന ദിവസം കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളായതിനാൽ സരസ്വതി വെടിക്കെട്ട് ശാലയിൽ പോയിരുന്നില്ല. അപകടത്തിന്റെ തൊട്ടുമുന്നത്തെ ദിവസമാണ് സരസ്വതിക്ക് വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്ന പറമ്പിൽ നിന്നും സൂര്യതാപമേറ്റത്. പുറത്ത് കഴുത്തിന് താഴെ വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതിശക്തമായ വെയിലാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നതെന്ന് സരസ്വതി പറയുന്നു. അപകടത്തിന് കാരണം ശക്തമായ ചൂടായിരിക്കാമെന്നും സരസ്വതി പറഞ്ഞു. അതെ, ചൂടിലാണത്. ഇത് പറ്റിയതും ചൂട് തന്നെ കേട്ടാ. ഈ മരുന്ന് അവിടെ അപകടം ഉണ്ടായതും ഈ ചൂട് തന്നെ. വേറെ ഒരു വക സംശയവും കണക്കാക്കണ്ട. ചൂട് തന്നെ, അത്രയും കടുപ്പുള്ള ചൂടുണ്ട്. ശരീരത്തിന് മുഴുവനും മൊത്തം നല്ല ചൂട് വന്നു. രാത്രിയിൽ കുളിക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കുമ്പോ ഇവിടുന്ന് തോലിങ്ങനെ കിഴിഞ്ഞാ പോയി. അപ്പൊ ഇവർക്കൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇത് സൂര്യാഘാതമാണ് കേട്ടോ. സരസ്വതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. 10-40 ആള് 10-35 ആള് ഒക്കെ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം അവിടുന്ന് തന്നെയാണ്. അപ്പൊ മിനിഞ്ഞാന്നൊക്കെ ഭക്ഷണം കൊടുന്നേക്കണത് ഈ ശ്രീശക്തിയില് ഭക്ഷണം ഉണ്ടല്ലോ, അപ്പൊ അവിടുന്ന് കൊടുന്നേക്കണം അവരുടെ വീടിന്. അതെ, ചൂട് കൊണ്ട് തന്നെ ഒരു സംശയവും. ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂട്. സരസ്വതിയും സമീപവാസിയും ബന്ധുവുമായ നെല്ലിക്കൽ പ്രേമയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അപകടം നടക്കുന്ന ദിവസം വെടിക്കെട്ട് ശാലയിൽ ജോലിക്ക് പോയ പ്രേമ ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായതിനാലാണ് ഇവർ അപകടത്തിന് തൊട്ടു മുമ്പ് മടങ്ങിയത്. പ്രേമയുടെ ഭർത്താവ് വേലായുധൻ വർഷങ്ങൾക്ക് മുമ്പ് വേലൂരിലുണ്ടായ വെടിക്കെട്ട് ശാല സ്ഫോടനത്തിലാണ് മരിച്ചത്. വേലൂർ ശൗര്യംപറമ്പിൽ ശേഖരന്റെ ഭാര്യ ഭവാനിക്ക് അപകടത്തിൽ കാലിന് നിസ്സാര പരിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യ സ്ഫോടനം നടക്കുമ്പോൾ തൊട്ടടുത്ത വെടിക്കെട്ട് പുരയിൽ പടക്കം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭവാനി. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇവർക്ക് വീണ് കൈയിനും കാലിനും പരിക്കുപറ്റി. വെടിക്കെട്ട് ശാലയിൽ ജോലി ചെയ്തിരുന്ന വേലൂർ സ്വദേശി വിൻസെന്റാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. വിൻസെന്റിനും മറ്റൊരു തൊഴിലാളിയായ വേലൂർ സ്വദേശി സാജനും നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 3 പേരും ആശുപത്രികളിൽ ചികിത്സ തേടി.